ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 16, പേജ് നമ്പർ 719. കർമ്മണ സുകൃതസ്യാഹുഃ സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖമജ്ഞാനം തമസഃ ഫലം. പദാനുപദം. സുകൃതസ്യ സുകൃതമായ, സാത്വികമായ, കർമ്മണഃ കർമ്മത്തിൻ്റെ, ഫലം ഫലം, നിർമ്മലം നിർമ്മലവും, സാത്വികം സാത്വികവുമാണെന്ന് തത്വദർശിന ആഹുഃ തത്വദർശികൾ പറയുന്നു. രജസഃ തു രജസ്സിൻ്റെയാകട്ടെ, ഫലം ഫലം, ദുഃഖം ദുഃഖമാകുന്നു. തമസ് തമസിൻ്റെ ഫലം ഫലം, അജ്ഞാനം അജ്ഞാനമാകുന്നു. വിവർത്തനം. സത്കർമ്മത്തിൻ്റെ ഫലം വിശുദ്ധമാണ്. അത് സാത്വിക ഗുണത്തിലാണെന്നു പറയപ്പെടുന്നു. രജോ ഗുണത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ദുഃഖമാകുന്നു. തമോ ഗുണത്തിലെ പ്രവർത്തനങ്ങളുടെ ഫലം മൗഢ്യവും അജ്ഞാനവും. ഭാവാർത്ഥം. സത്വഗുണത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം വിശുദ്ധങ്ങളാണ്. തന്മൂലം മോഹമുക്തരായ ഋഷികൾ സന്തുഷ്ടരാണ്. രജോ ഗുണ സ്വഭാവമുള്ള കർമ്മങ്ങളാവട്ടെ തികച്ചും ദുഃഖകരങ്ങളാണ്. ഭൗതിക സുഖത്തിനു വേണ്ടി ചെയ്യപ്പെടുന്ന ഏതു പ്രവൃത്തിയും പരാജയത്തിനേ വഴിവെക്കൂ. ഒരുദാഹരണം. ഒരാൾ അംബരചുംബിയായ ഒരു കെട്ടിടം പണിയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു സൗധം നിർമ്മിക്കാൻ എത്ര മനുഷ്യർ കഠിനമായി ക്ലേശിക്കണം. വീട്ടുടമയ്ക്ക് ഇതിനു വേണ്ട ധനം സമ്പാദിക്കാനും വളരെ ക്ലേശിക്കേണ്ടി വരുന്നു. വീട് പണിയുന്നവരുടെ കായികാധ്വാനത്തിനു കണക്കില്ല. ക്ലേശങ്ങളേറെയുണ്ട്. അതുകൊണ്ടാണ് രജോഗുണ പ്രേരിതങ്ങളായ കർമ്മങ്ങൾ തികച്ചും ദുഃഖകരങ്ങളെന്ന് ഭഗവത്ഗീത നിർവചിച്ചത്. ഈ വീട് അല്ലെങ്കിൽ ഈ സമ്പത്ത് എൻ്റേതാണ് എന്ന് തെല്ലൊരു മാനസിക ആഹ്ലാദമുണ്ടായേക്കാം. യഥാർത്ഥമായ ആനന്ദമല്ല ഇത്. ഇനി തമോ ഗുണത്തിൻ്റെ കാര്യം. തമോ ഗുണത്താൽ പ്രേരിതനായി പ്രവർത്തിക്കുന്ന ആൾ മൂഢനാണ്. അതേ കാരണത്താൽ എല്ലാ കർമ്മങ്ങളും ദുഃഖത്തിലേക്ക് നയിക്കുന്നു.
അവസാനം മൃഗജീവിതത്തിലേക്കും. മൃഗങ്ങളുടെ ജീവിതം എപ്പോഴും ദുരിതപൂർണമാണ്. മായാശക്തിയാൽ സമ്മോഹിതരായതുമൂലം അവർ അക്കാര്യം അറിയുന്നില്ലെന്നേയുള്ളൂ. പാവപ്പെട്ട മൃഗങ്ങളെ കൊല്ലുന്നതും തമോ ഗുണത്താൽ തന്നെ. ഒരിക്കൽ തങ്ങളെ കൊല്ലാനുതകുന്ന ശരീരം ആ മൃഗങ്ങൾക്ക് കിട്ടുമെന്ന് മൃഗങ്ങളെ ഹിംസിക്കുന്നവർക്കറിഞ്ഞുകൂടാ. പ്രകൃതി നിയമം അതാണ്. മനുഷ്യ സമുദായത്തിൽ ഒരാൾ മറ്റൊരുവനെ കൊല്ലുന്നുവെങ്കിൽ കൊലപാതകി തൂക്കിലിടപ്പെടുന്നു. രാജ്യത്തിൻ്റെ നിയമമാണിത്. പൂർണ്ണമായും സർവേശ്വരൻ്റെ ഭരണത്തിൻ കീഴിലുള്ള രാജ്യത്തെ ആരും കാണാത്തത് അജ്ഞതയാലാണ്. ഏതൊരു ജീവിയും ഭഗവാന്റെ സന്താനമാണ്. ഒരു ഉറുമ്പിനെ കൊല്ലുന്നതുപോലും അദ്ദേഹം പൊറുക്കുകയില്ല. അതിൻ്റെ അനന്തരഫലം അയാൾ അനുഭവിച്ചേ പറ്റൂ. ജിഹ്വാ സംതൃപ്തിക്കു വേണ്ടി മൃഗങ്ങളെ ഹിംസിക്കുന്നത് ഏറ്റവും കടുത്ത അജ്ഞതയാണ്. മനുഷ്യന് മൃഗങ്ങളെ കൊല്ലേണ്ടുന്ന ആവശ്യമേയില്ല. നമുക്ക് ഈശ്വരദത്തങ്ങളായി വളരെയധികം നല്ല ഭക്ഷ്യപദാർത്ഥങ്ങളുണ്ട്. എന്നിട്ടും മാംസഭക്ഷണത്തിൽ ആസക്തനാകുന്നത് അജ്ഞാനത്താൽ തന്നെയെന്നു വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ചെയ്യുന്നവർ ഭാവിയെ സ്വയം അന്ധകാരമാക്കുകയാണ്. ജന്തുഹിംസകളിൽ വെച്ച് ഗോഹത്യയാണ് ഏറ്റവും ദുഷ്ടമായത്. പാൽ തരുന്നതുകൊണ്ട് പശു നമുക്ക് സർവ്വസുഖങ്ങളും നൽകുകയാണ് ചെയ്യുന്നത്. കടുത്ത അജ്ഞാനത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഗോവധം. ഗോഭിഃ പ്രീണിത മത്സരം എന്ന ഋഗ്വേദ സൂക്തം 9:4-64 നോക്കുക. പാൽ കുടിച്ച് പൂർണ്ണ സംതൃപ്തനായ ഒരാൾ പശുവിനെ ഹിംസിക്കുവാനാഗ്രഹിക്കുന്നത് കടുത്ത തമോ ഗുണത്താലാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വൈദിക സാഹിത്യത്തിലെ ഒരു പ്രാർത്ഥന ഇപ്രകാരം പറയുന്നു: നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വിഷ്ണു പുരാണം 1:19-65. ഭഗവാൻ പശുക്കളുടെയും ബ്രാഹ്മണരുടെയും അഭ്യുദയകാംക്ഷിയാണ്. ലോകത്തിനും മാനവ സമൂഹത്തിനാകെ തന്നെയും അഭ്യുദയകാംക്ഷിയാണ്. ഈ സ്തുതിയിൽ പശുക്കളുടെയും ബ്രാഹ്മണരുടെയും സംരക്ഷണത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ബ്രാഹ്മണർ ആധ്യാത്മിക സംസ്കാരത്തിൻ്റെയും പശുക്കൾ അതിവിശിഷ്ടമായ ആഹാരത്തിൻ്റെ പാലിൻ്റെയും പ്രതീകങ്ങളാണെന്നതാണ്. ബ്രാഹ്മണർക്കും ഗോക്കൾക്കും സർവസംരക്ഷണവും നൽകണം. അതാണ് സംസ്കാരത്തിൻ്റെ യഥാർത്ഥ പുരോഗതി. ആധുനിക മാനവ സമൂഹത്തിൽ ആധ്യാത്മിക സംസ്കാരം അവഗണിക്കപ്പെടുന്നു. ഗോവധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. മനുഷ്യവർഗം തെറ്റായ വഴിക്കാണ് മുന്നേറുന്നതെന്നും അതിൻ്റെ തന്നെ നാശത്തിനു വഴിവെക്കുകയാണെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം. പ്രജകളെ വരും ജന്മങ്ങളിൽ മൃഗങ്ങളാക്കാൻ സഹായിക്കുന്ന സാമൂഹ്യ സംസ്കാരം തീർച്ചയായും മനുഷ്യരുടേതല്ല. ഇന്നത്തെ മാനവ സംസ്കാരം രജസ് തമോ ഗുണങ്ങളാൽ അങ്ങേയറ്റം വഴിപിഴപ്പിക്കപ്പെട്ടതാണ്. ആപത്കരമാണ് ഈ കാലം. മനുഷ്യവർഗത്തെ ഒരു മഹാവിപത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി സുലളിതമായ കൃഷ്ണാവബോധ പ്രക്രിയയിലേക്ക് നയിക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും ശ്രദ്ധിക്കണം. ഹരേ കൃഷ്ണ.